ഞങ്ങളുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും ആഘോഷിക്കാറില്ല അങ്ങോട്ട്. അപ്പം ഞങ്ങൾ ഇയാളുടെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേകളും ഒന്നിച്ച് ഞങ്ങൾ അമ്മമാരുടെ കൂടെ തന്നെ പോകുള്ളൂ. അപ്പം ഞാൻ ദുബായിലായിരുന്നു. എയർപോർട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്ക് വൈഫിന് പറഞ്ഞിങ്ങനെ ചേട്ടായുടെ ബർത്ത്ഡേന് ഒന്ന് ഹഗ് ചെയ്തിട്ട് പോകുമ്പോൾ പോയി. അവിടെ ഞാനറിയാതെ അവിടെ ബർത്ത്ഡേ ആഘോഷം നടക്കുന്ന പരിപാടി നടക്കണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ആഘോഷം അവിടെ നടക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കേക്ക് കട്ടിയുന്ന സമയത്തേക്ക് ഒരു പർദ്ദയിട്ട പെണ്ണ് കയറി വന്നേക്കുന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. ഞാനപ്പോൾ ഇത് ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നു. ദുബായിൽ ഇത് പൊക്കി കഴിഞ്ഞപ്പോഴേ ഇയാളാ അവർ ഞാനറിയാതെ അവർ സുൽഫി മീഡിയ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അവിടെ മീഡിയ. അപ്പം അവർ ടിക്കറ്റ് എടുത്ത് ഇതെടുത്ത് ഇവിടെ നിന്ന് വൈറ്റിലെ പോയിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത കോൾ എന്നെ വിളിക്കും, ചേട്ടാ പൊന്നുരുന്തിക്ക് അങ്ങോട്ട് പോകേണ്ടതെന്ന് ചോദിക്കുന്ന ആളാണ്. ദുബായ് വരുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. അല്ല, ഞാൻ തന്നെ ഞെട്ടിയിരിക്കുമായിരുന്നു. ഞാൻ അവിടെ എത്തുവാന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ പോണത്. എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം വരില്ലെന്ന് പറഞ്ഞത്. ഞാൻ വരില്ല, എനിക്ക് ഒറ്റയ്ക്ക് വരാനായിട്ട് പേടിയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അതുമല്ല, ഇത്രയും ദൂരെയൊക്കെ പോവാണ്. ഞാൻ ചില ഇതൊക്കെ കണ്ടിട്ടുണ്ട്, സർപ്രൈസ് തരാൻ വേണ്ടി വന്നിട്ട് അപകടം പറ്റിയതേ. എന്തെങ്കിലും വന്നു ചേട്ടേക്ക് ആരുണ്ടെന്നുള്ള ചിന്തയെ വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അനീസ് എൻ്റെ ചേട്ടയുടെ ചെറുക്കനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അനീസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോടാ. അവര് വിളിച്ചു. അപ്പൊ എന്നോട് ചേച്ചി അവര് ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചു. എന്നാൽ ഇങ്ങനെ നമ്മൾ അറിയണ ചേട്ടനെ കൊണ്ടുപോയ ആൾക്കാർ തന്നെയാണ്. അന്ന് ചേച്ചി വരാമെന്ന് പറയുന്നുണ്ട്. അവൻ തന്നെ എല്ലാ പാസ്പോർട്ട് കോപ്പിയും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്ന് ടിക്കറ്റൊക്കെ കയ്യിൽ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ വിറക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ഇതുവരെ ഞാൻ പോയിട്ടില്ല. അതിന് മുന്നേ ഒരു 6 മാസം മുന്നേ ചേട്ടൻ്റെ കൂടെ പോയതാണെങ്കിലും ഒറ്റയ്ക്ക് അവരവിടെ ചെന്ന് എന്ത് ചോദിക്കും. അത് ഞാൻ ഹാൻഡ് ബാഗ് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോയത്. എയർപോർട്ടിൽ കൂടെ വലിച്ചെന്നെ പോണേ, ഏത് വഴിയോ പോണേ, പിള്ളേരെ കാണാൻ വെട്ടം കാണാൻ ഇങ്ങനെ നോക്കി